8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുന്റെ ജീവനെടുത്ത അപകടത്തിൽ സ്കൂൾ അധികൃതർക്കും KSEBിക്കും ഗുരുതരമായ വീഴ്ചയുണ്ടെന്നും ആ വീഴ്ചകൾ അക്കമിട്ട് നിരത്തുന്നുമുണ്ട് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെ അന്വേഷണ റിപ്പോർട്ട്. സ്കൂൾ കെട്ടിടത്തിന് മുകളിലൂടെയുള്ള വൈദ്യുതി ലൈനിന് തറയിൽ നിന്നും ഇരുമ്പ് ഷീറ്റിൽ നിന്നും ആവശ്യത്തിന് ഉയരമുണ്ടായിരുന്നില്ല. ലൈൻ മാറ്റാൻ 2 ദിവസം മുമ്പ് KSEB ഉദ്യോഗസ്ഥർ സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നതായും വൈദ്യുതി മന്ത്രിക്ക് നൽകിയ റിപ്പോർട്ടിൽ പറയുന്നു. ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്ന ഈ പലകയുടെ മറവ് മാത്രമാണ് ഈ വൈദ്യുതി ലൈനുമായി മാത്രം ഉള്ളത്. അതിനപ്പുറം ഒരു സുരക്ഷിതമായ അകലം ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ ക്ലാസ് റൂമിൽ എങ്ങനെയാണ് ഈ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വിദ്യാഭ്യാസ വകുപ്പ് നൽകിയത് എന്ന കാര്യത്തിലടക്കം സ്വാഭാവികമായും പരിശോധന വേണം. നിയമപ്രകാരം വൈദ്യുതി ലൈനിന് തറനിരപ്പിൽ നിന്ന് 4.6 മീറ്റർ ഉയരം വേണം. എന്നാൽ ഉണ്ടായിരുന്നത് തറനിരപ്പിൽ നിന്ന് 4.28 മീറ്റർ മാത്രം. ഇരുമ്പ് ഷീറ്റിൽ നിന്ന് വൈദ്യുതി ലൈനിലേക്ക് വേണ്ടത് 2.5 മീറ്റർ ഉയരം. പക്ഷേ ഉണ്ടായിരുന്നത് 0.88 മീറ്റർ ഉയരം മാത്രം. ലൈൻ കേബിൾ ചെയ്ത് സുരക്ഷിതമാക്കാൻ 2 ദിവസം മുൻപ് ഷെഡ് പൊളിച്ചു നൽകാൻ KSEB സ്കൂൾ മാനേജ്മെന്റിനോട് ആവശ്യപ്പെട്ടിരുന്നു. അടുത്ത യോഗത്തിൽ വിഷയം ചർച്ച ചെയ്യാമെന്നാണ് സ്കൂൾ മാനേജ്മെന്റ് അറിയിച്ചതെന്നും റിപ്പോർട്ടിലുണ്ട്. KSEBയുടെയും ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റിന്റെയും റിപ്പോർട്ടുകളാണ് മന്ത്രിക്ക് സമർപ്പിച്ചത്. ചീഫ് സേഫ്റ്റി കമ്മീഷണറുടെ അന്വേഷണത്തിന് ശേഷം വീഴ്ച വരുത്തിയവർക്കെതിരെ നടപടിയെടുക്കുമെന്ന് വൈദ്യുതി മന്ത്രി. അതിൽ പ്രധാനപ്പെട്ടതെന്താ വെച്ചാൽ, ഒന്ന്, ഈ ഷെഡ് കെട്ടുമ്പോൾ പെർമിഷൻ മേടിക്കേണ്ടതാണ്, അത് ചെയ്തിട്ടില്ല. ഇത് സൂപ്പർവിഷൻ നോക്കേണ്ടതാണ്, അതും നടന്നിട്ടില്ല. അത് ബോർഡിൻ്റെ ഭാഗത്തു നിന്നുള്ള ജീവനക്കാരുടെ വീഴ്ചയാണ്. ഇത് രണ്ടും ഏതാണെന്ന് നോക്കി പരിശോധിച്ച ശേഷം ഡീറ്റെയിൽ റിപ്പോർട്ട് ഇനി ഹയർ ഓഫീസേഴ്സ് നടത്തും. എന്നിട്ടേ നമുക്കൊരു നടപടി എടുക്കാൻ പറ്റും. ആരാ ഉത്തരവാദി എന്നൊക്കെ അറിയണമല്ലോ. ലൈനിനടിയിൽ നിർമ്മാണ പ്രവൃത്തി നടത്തിയതിൽ സ്കൂളിന് വീഴ്ച പറ്റി. ഷെഡ് നിർമ്മിക്കാൻ അനുമതി വാങ്ങിയിട്ടുണ്ടോ എന്ന് സംശയമാണെന്നും KSEB റിപ്പോർട്ടിൽ പറയുന്നു. ഗൂഗിളിൽ തിരഞ്ഞാൽ കിട്ടുന്ന സ്കൂളിന്റെ 8 വർഷം മുൻപുള്ള ചിത്രത്തിലും വൈദ്യുതി ലൈൻ താഴ്ന്നു പോകുന്നത് കാണാം. എന്നിട്ടും മാനേജ്മെന്റ് നടപടിയെടുത്തില്ല. CPM നിയന്ത്രണത്തിലുള്ള ജനകീയ സമിതിക്കാണ് സ്കൂളിന്റെ നടത്തിപ്പ് ചുമതല. 24 തിരുവനന്തപുരം, കൊല്ലം.